ഹായ്, എൻ്റെ പേര് ദേവനന്ദ പി.വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആക്ച്വലി എന്താ? നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിലത്തെ സെക്കൻഡ് ചാപ്റ്റർ ആയ നമ്മളുടെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ. അപ്പൊ നമ്മുടെ ബോഡിക്ക് എക്സ്ക്രീഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? അതായത് നമ്മൾ ഫുഡ് കഴിച്ചാൽ അതിൽ നല്ല ന്യൂട്രിയൻസ് ഉണ്ട്. ആ ന്യൂട്രിയൻസ് എന്തെങ്കിലും അബ്സോർബ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ പോയി അത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആയിരിക്കും. പക്ഷെ ആവശ്യമില്ലാത്ത വേസ്റ്റ് പ്രോഡക്ട്സ് ഈ റിയാക്ഷൻസിൽ റിലീസ് ചെയ്യും. ആ വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്മളുടെ ബോഡി എന്താ ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെ? ഈ വേസ്റ്റ് പ്രോഡക്ട്സും അതായത് മെയിൻലി യൂറിയ, അമോണിയ ഒക്കെ നമ്മൾ എന്താ എക്സ്ക്രീറ്റ് ചെയ്യാൻ നമ്മൾ മെയിൻ ആയിട്ട് റീനൽ സിസ്റ്റം, അതായത് കിഡ്നിയാണ് നമ്മളുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ മെയിൻ ആളാണ് നമ്മളുടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, ഈ എക്സ്ക്രീഷൻ എല്ലാം കൊണ്ട്. അപ്പോൾ നമ്മളുടെ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ബോഡീനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്ക്രീഷൻ. ഇനി വേസ്റ്റ് പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടാവുന്നത്? അത് ഓരോ നമ്മളെ മെറ്റബോളിക് ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമ്പോൾ അതിന്റെ സൈഡ് റിയാക്ഷൻസ് ആയിട്ടാണ് വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ എക്സ്ക്രീഷൻ എസെൻഷ്യൽ ആണ്. അപ്പൊ എക്സ്ക്രീഷന് വല്ല ഡിഫക്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ കിഡ്നിക്ക് വല്ല ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ അസുഖങ്ങൾ വരും. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഈ ടോക്സിൻസ് അക്യുമുലേറ്റ് ആവും. അപ്പൊ അത് കാരണം എക്സ്ക്രീഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഹ്യൂമൻസിൽ മാത്രമല്ല, ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയ നമ്മളുടെ ഹൈഡ്ര അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഓർഗാനിസം തൊട്ട് ഹയർ പ്ലാന്റ്സ് വരെ എന്തുണ്ട്, ഈ സ്പെഷ്യൽ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ആനിമൽസിന് മെയിൻലി എക്സ്ക്രീറ്റ് ചെയ്യണം നൈട്രോജനസ് വേസ്റ്റ് മെയിൻലി എന്താ 3 തരാണല്ലോ. അതായത് ആനിമൽസ് മെയിൻലി 3 തരം വേസ്റ്റ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുക. അമോണിയ ഉണ്ട്, യൂറിയ ഉണ്ട്, പിന്നെ യൂറിക് ആസിഡ് ഉണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ ടോക്സിക് ആയിട്ടുള്ളത് എന്താ? നമ്മുടെ അമോണിയ ആണ് എന്താ പറയാ മോസ്റ്റ് ടോക്സിക് ആയതുകൊണ്ട് എന്താ ഇതിന് നല്ലോണം വെള്ളം വേണം. എന്താ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നല്ലോണം വെള്ളം വേണം. പക്ഷെ യൂറിക് ആസിഡ് എന്താ അത് ലീസ്റ്റ് ടോക്സിക് ആയതുകൊണ്ട് അത്ര മിനിമം ലോസ് ഓഫ് വാട്ടർ ഉണ്ടാവില്ല. ഓക്കെ. ഇനി ഈ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് അതായത് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ഇത് വെച്ച് നമുക്ക് എന്താ അനിമൽസിനെ 3 ഗ്രൂപ്പ് ആക്കാം. അതായത് എമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് എക്സ്ക്രീറ്ററി ഓർഗൻസ് എല്ലാ അനിമൽസിനും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓരോ എന്താ പറയാ ആനിമൽസിൽ കാണുന്ന. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിൽ പ്രൈമറി എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താ? കിഡ്നി അല്ലാണ്ട് നമ്മളുടെ ബോഡിയിൽ നിന്ന് വേറെ തരം വേസ്റ്റുകളുണ്ട്. അതായത് നമ്മൾ വേർക്കില്ലേ, ഈ വല്ലാണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ഈ ചൂടത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വേർക്കും. അതെന്താ സ്കിന്നിൽ നിന്ന് പോണ എന്താ ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് മെയിൻലി. അതിന് ഈ സെബം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണ എന്താ, അത് വേസ്റ്റ് ആണ്. ഈ മുഖത്തൊക്കെ എണ്ണമയം പോലെ നിൽക്കണം കണ്ടിട്ടില്ലേ നിങ്ങള്? പിന്നെന്താ നമ്മളുടെ ലങ്സും വേസ്റ്റ് മെറ്റീരിയൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താ കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ലിവർ ഉണ്ട്, പിന്നെ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. അപ്പൊ നമ്മൾ ലങ്സ് സിഗ്നിഫിക്കൻ്റ്ലി 18 ലിറ്റേഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു ദിവസം എന്താ എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യണം. ഇനി ലിവറിൽ എങ്ങനെയാന്ന് വെച്ചാൽ ലിവറിലാണ് ഇറ്റ് ഇസ് ആക്ച്വലി ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ആ ബോഡി. അത് ഈ ബൈൽ കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ആയ ബിലിറൂബിൻ, ബിലിവേർഡിൻ, കൊളസ്ട്രോൾ അതൊക്കെയാണ് അവർ സെക്രീറ്റ് ചെയ്യുക. ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സിൽ ആക്ച്വലി എന്തൊക്കെ കാണും? ഹൈഡ്രോ കാർബൺസ് കാണും, സ്റ്റിറോൾസ് കാണും, പിന്നെ എന്താ പറയാ ഈ വാക്സസും കാണും. അത് കാരണം ഈ എണ്ണമയം പോലത്തെ എന്താ ഈ ബ്ലാക്ക് കളറും ചിലപ്പോൾ കാണും. സിബം ഈ എണ്ണമയം പോലെ നമ്മുടെ ആക്ച്വലി നോസ് ഏരിയാസ്, ഫേസിലൊക്കെ നമ്മൾ കാണാൻ ശ്രദ്ധിച്ചാൽ കാണും. അത് കഴിഞ്ഞാണ് ഇൻറ്റസ്റ്റൈൻ എന്താ? എക്സസ് സോൾട്ട് ഓഫ് കാൽഷ്യം, മഗ്നീഷ്യം, അയൺ ആണ്. അത് ആക്ച്വലി എക്സ്ക്രീറ്റ് ചെയ്യുന്ന എന്തിലാ? ഈ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് കോളൻ. ഈ അതും നമ്മുടെ ഫീക്കസ് വഴി ഇൻറ്റസ്റ്റൈനും എന്താ വേസ്റ്റ് പുറത്തു വിടും. ഇനി നമ്മൾ പല എന്താ പറയാ ആനിമൽസിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഹ്യൂമൻസിൽ എന്താ ഞാൻ പറഞ്ഞു, എന്താ കിഡ്നിയാണ് മെയിൻ
പിന്നെ ബാക്കി ആക്സസറിയും എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ഫ്ലാറ്റ് വോംസ് ആയ പ്ലാറ്റി ഹെൽമിന്തസിന് അവർക്ക് സ്പെഷ്യൽ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ അനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് പ്രോട്ടോനെഫ്രീഡിയ ആണെങ്കിൽ ഫ്ലെയിം സെൽസ്. ഇനി എർത്ത് വോംസ് ആണെങ്കിൽ ബാക്കിയുള്ള എനലിഡ്സിൽ എന്താ മെയിൻലി അത് നെഫ്രീഡിയ ആണ്. ഇനി നമ്മൾ ഇൻസെക്ട്സ് ആണല്ലോ, കോക്രോച്ചസ് പോലെ ഇൻസെക്ട്സ് ആണെങ്കിൽ അത് എന്തായിരിക്കും മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. ഇനി പ്രോൺസ്, ഈ ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രോൺസിലൊക്കെ എന്താ പ്രോൺസിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ആന്റിനൽ ഗ്ലാൻസ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പല ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി ഓർഗൻസ് നമ്മുടെ അനിമലിൽ കാണുന്ന. ഇനി നമുക്ക് എന്താ ഈ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ഞാൻ നൈട്രോജനസ് വേസ്റ്റ് പറഞ്ഞു, എമോണിയനെ കുറിച്ച് പറയാം. അപ്പൊ ആക്ച്വലി എന്താ, ഈ എമോണിയാണ് ഫസ്റ്റ് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഈ പ്രോട്ടീൻ മെറ്റബോളിസം കഴിഞ്ഞ പ്രോട്ടീൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, അത് കഴിഞ്ഞ് പ്രോട്ടീനിൽ ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസ് ഫസ്റ്റ് വേസ്റ്റ് ആണ് നമ്മളെ അമോണിയ. അമോണിയയില് ആക്ച്വലി അമോണിയ എന്ന് വെച്ചാൽ ചില അനിമൽസ് അധികം അമിനോ ആസിഡ്സിനെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ഇത് ഇവർ ഡീഗ്രേഡ് ആവും. എന്നിട്ട് അവരെന്ത് കാറ്റബോളിസം നടക്കും, ATP പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവിടെയാണ് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യണം. അമോണിയ ഭയങ്കര ടോക്സിക് ആണ്. ടോക്സിക് ആയതുകൊണ്ട് എന്താ, ഇതിന് കുറെ വെള്ളം വേണം എക്സ്ക്രീഷന്. അത് കാരണമാണ് എന്താ, ഈ നമ്മളുടെ എക്വാട്ടിക് ആർത്രോപോഡ്സ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ബോണി, ഫ്രഷ് വാട്ടർ ഫിഷസ്, ആംഫീജിയൻ ടാഡ്പോൾസ്, ടേർട്ടിൽസ്, ഇവരൊക്കെ എന്താ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യും. അത് കാരണമാണ് ദിസ് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ എന്താ നമ്മൾ പറയാ എമോണോടെലിസം. അപ്പൊ അത് കാണുന്ന എന്താ, ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസിലാണ് അത് കാണാം. അപ്പൊ അമോണിയ എന്താ ഫസ്റ്റ് മെറ്റബോളിക് വേസ്റ്റ് ആണ്. ഇത് ഹൈലി ടോക്സിക് ആയതുകൊണ്ട് കൂടുതൽ വെള്ളം വേണം. കൂടുതൽ വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് അമോണിയ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഉള്ളത്. അതായത് എന്താ എക്വാട്ടിക് ആർത്രോപോഡ്സ്, ആംഫീബിയൻ ടാഡ്പോൾസ്, ടേർട്ടിൽസ് എക്സെട്ര. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എമോണോടെലിസം. ഇനി അടുത്തതാണ് നമ്മളുടെ യൂറിയ എന്താ ഏറ്റവും ലീസ്റ്റ് ടോക്സിക് അല്ല, പക്ഷെ അമോണിയേക്കാളും ലെസ് ടോക്സിക് ആണ്. അത് കാരണം അധികം വെള്ളം ആവശ്യമില്ല. അപ്പൊ ഇതെന്താ ലാൻഡ് വെർട്ടിബ്രേറ്റ്സ് ആയ അഡൽട്ട് ആംഫീബിയൻസ് അല്ലെങ്കിൽ മാമൽസിലാണ് യൂറിയ കാണുക. കാരണം അവർക്ക് നമ്മൾ കൂടുതൽ വെള്ളം ലോസ് ചെയ്താൽ അവിടെ എന്താ പറയാ ലാൻഡിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെയാണ് എന്താ പറയാ യൂറിയോടെലിസം അല്ലെങ്കിൽ യൂറിയോടെലിക് എക്സ്ക്രീഷൻ. ലാൻഡ് വെർട്ടിബ്രേറ്റ്സ് ആയ എന്താ അഡൽട്ട് ആംഫീബിയൻസ് അല്ലെങ്കിൽ മാമൽസിലാണ് ഇത് കാണും. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ യൂറിയോടെലിസം. ഇനി അടുത്തത് എന്താ യൂറിക് ആസിഡ് ഏറ്റവും ലീസ്റ്റ് ടോക്സിക് ആണ്. അപ്പൊ ലീസ്റ്റ് ടോക്സിക് ആകുമ്പോൾ ഇതിന് അധികം വെള്ളേ വേണ്ട ഉള്ള സ്ഥിതിക്ക് അവർ ഇവിടെ കാണും വെള്ളം തീരെ പുറത്തില്ലാത്ത സ്ഥലം, അത് ആവശ്യമില്ലാത്ത സ്ഥലം, അതായത് ഡ്രൈ ഏരിയഡ് കണ്ടീഷൻസ്. അതായത് ഈ മറ്റേ ലാൻഡ് റെപ്റ്റൈൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് അല്ലെങ്കിൽ കാംഗ്രൂ, റാറ്റ്, ഇവർക്കൊക്കെ എന്താ വെള്ളം കൺസേർവ് ചെയ്യണം. അപ്പൊ അത് കാരണമാണ് ഇവരെന്ത് ചെയ്യും, ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് അമോണിയന്ന് സിന്തസൈസ് ചെയ്ത് എന്ത് ഉണ്ടാക്കും, യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പൊ അമോണിയന്നാണ് യൂറിക് ആസിഡ് ഉണ്ടാക്കണം. ഏത് എൻസൈം, ഒരു എൻസൈം ഉണ്ട്, അതാണ് ക്സാന്തീൻ ഓക്സിഡേസ്. ഇതാണ് യൂറിക്കോടെലിസം. ഓക്കെ, ഇതാണ് എന്താ ജസ്റ്റ് ഓവർവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഈ നൈട്രോജനസ് വേസ്റ്റ് പ്രൊഡക്ട്സും പിന്നെ പല എന്താ പറയാ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ആനിമൽസ്, ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പൊ നമുക്ക് NCERT നോക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ഫോം ഓഫ് നൈട്രോജനസ് വേസ്റ്റ് എക്സ്ക്രീറ്റഡ് ബൈ ആനിമൽസ് ഏതാ? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് are the major forms of nitrogenous waste excreted by the animals. ഇനി ഇതിൽ ഏറ്റവും ടോക്സിക് ഏതാ ഞാൻ പറഞ്ഞു, അതിന് കൂടുതൽ വെള്ളവും വേണം, ഏതാ അമോണിയ. ലീസ്റ്റ് ടോക്സിക് യൂറിക് ആസിഡ്. ഇനി പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയനെയാണ് നമ്മൾ അമോണോടെലിസം എന്ന് പറയുന്നത്. അത് ആക്ച്വലി എവിടെ കാണാം, ഈ വെള്ളമുള്ള എന്താ ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്സ് ഒക്കെ അമോണോടെലിക് ആണ്.
ഇനി ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ എന്താ, ഈ വെള്ളം കൺസേർവ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ലെസ് ടോക്സിക് ആയ യൂറിയ ആണ് കാണുക. അതിൽ മെയിൻലി എന്താ, യൂറിയോടെലിറ്റി ഇൻ ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, മെറൈൻ ഫിഷസ് മെയിൻലി എക്സ്ക്രീറ്റ് യൂറിയ. മനസ്സിലായല്ലോ. പക്ഷെ ഫ്രഷ് വാട്ടർ എന്താ, ഫ്രഷ് വാട്ടർ ആക്ച്വലി ഇതാണ്, മോണോടെലിക് ആണ്. ഇനി ചില റെപ്റ്റൈൽസ്, ബേർഡ്സ്, ലാൻഡ് സ്നെയിൽസ് ഒക്കെ എന്താ, ഇത് ആക്ച്വലി പെല്ലറ്റ് എന്നാണ് പാർട്ടിക്കിൾ പേസ്റ്റ് ഫോമായി ക്രിസ്റ്റൽ ഫോമില് ഈ എന്താ പറയുക വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യും. അതിനെയാണ് യൂറിക് ആസിഡ് എന്ന് പറയുക, യൂറിക്കോടെലിക് ആനിമൽസ്. പിന്നെ ഞാൻ പല ഇൻസെക്ട്സിന്റെ എന്താ പറയാ, ഇൻസെക്ട്സ് അല്ല സോറി, പല ആനിമൽസിന്റെ ഇത് പറഞ്ഞു, എന്താ എക്സ്ക്രീറ്ററി ഓർഗൻസ്. അപ്പൊ നമ്മളുടെ വെർട്ടിബ്രേറ്റ്സിൽ എന്താ എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നി. ഇനി പ്രോട്ടോനെഫ്രീഡി അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് എന്തിലാണ്, പ്ലാറ്റി ഹെൽമിന്തസ് ആയ പ്ലാറ്റ്ഫോംസ്. അനലിഡ്സിൽ ആണെങ്കിൽ ചില സെഫാലോപോഡേറ്റ്സിൽ അത് ആംഫിയോക്സിസിലും കാണും. ഇനി പ്രോട്ടോനെഫ്രീഡിയ ഓസ്മോ റെഗുലേഷൻ ആണ് മെയിൻ ഫങ്ഷൻ. അപ്പൊ നെഫ്രീഡിയ കാണാൻ എർത്ത് ഫോംസും എന്താ പറയാ അനലിഡ്സും ആണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്തിൽ കാണും, നമ്മളുടെ ഇൻസെക്ട്സിൽ കാണും. ആന്റിനൽ ഗ്ലാൻസ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻസ് ആണ് നമ്മളുടെ ക്രസ്റ്റേഷ്യൻസിൽ കാണാം. അപ്പോ നമുക്ക് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കാം. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഞാൻ പറഞ്ഞു മെയിൻ എന്താ, അത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ് അസോസിയേറ്റഡ് വിത്ത് റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്. അപ്പോ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ എന്താ, എക്സ്ക്രീറ്ററി സിസ്റ്റം ഒരു പെയർ ഓഫ് കിഡ്നി ഉണ്ട് അറിയാലോ, പിന്നെ പെയർ ഓഫ് യൂറിറ്റേഴ്സ്, കിഡ്നിന്ന് ഇങ്ങനെ ട്യൂബ് ലൈക്ക് നീളത്തിൽ പോണ യൂറിറ്റർ, പിന്നെ അതൊരു യൂറിനി ബ്ലാഡർ വരും, പിന്നെ യൂറിത്ര. ഇനി കിഡ്നി എന്താ, കിഡ്നി ആക്ച്വലി ഇത് ഈ ഡയഗ്രാമിലാണ്, ഡയഗ്രത്തിൽ അറിയാം നമുക്ക് എന്താ ഇതിന്റെ ഷേപ്പ് എന്താന്ന് പറയാ, ബീൻ ഷേപ്ഡ്. ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ്, ബ്രൗൺ കളർ ബീൻ ഷേപ്ഡ് ഓർഗൻ കണ്ട, കളർ ബ്രൗൺ. ഇനി അത് എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ഡോർസൽ അയോട്ട, അതായത് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട എന്ന്, പിന്നെ അബ്ഡോമിനൽ അയോട്ട വരും. അപ്പൊ ആ ഡോർസൽ അയോട്ടയുടെ ഇന്നർ വാളിന്റെ രണ്ട് സൈഡിലായിട്ടാണ് എന്ത്, നമ്മളെ കിഡ്നീസ് സിറ്റുവേറ്റഡ് ആയിരിക്കണം. അപ്പൊ ഓരോ കിഡ്നിയുടെ സൈസ് എന്താണെന്നറിയോ, 10 to 12 സെന്റിമീറ്റർ ലെങ്ത്, പിന്നെ 5 to 7 വിഡ്ത്ത്, പിന്നെ തിക്നെസ് 2 to 3 സെന്റിമീറ്റർ. ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഓരോ കിഡ്നിയുടെ ആവറേജ് വെയിറ്റ് 122 അല്ലെങ്കിൽ 170 ഗ്രാം ഉണ്ടാവും. മനസ്സിലായല്ലോ. ഇനി ഈ ഡയഗ്രാം നോക്ക്, ഇതാണ് നമ്മളുടെ റൈറ്റ് കിഡ്നി, ഇതാണ് ലെഫ്റ്റ് കിഡ്നി. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടോ, അതായത് ഈ റൈറ്റ് കുറച്ച് താഴ്ന്നിട്ടും ലെഫ്റ്റ് കുറച്ച് എന്താ മുകളിലുള്ള പോലെ, അതിനുള്ള കാരണം എന്താ, അത് ആക്ച്വലി നമ്മളെ റൈറ്റ് സൈഡിൽ വേറൊരു ഓർഗൻ ഉണ്ട്, അതെന്താ ലിവർ. ആ ലിവർ എന്ത് ചെയ്യും, ഈ ലിവർ കിഡ്നീനെ പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്തിരി കുറച്ച് താഴെ, ലെഫ്റ്റ് കിഡ്നിയുടെ കമ്പാരിസൺ റൈറ്റ് കിഡ്നി ഇത്തിരി താഴെയാണ്. മനസ്സിലായല്ലോ. നമ്മൾ ഈ മോർഫോളജിയാണ് ആക്ച്വലി ഡീപ്പായി പഠിക്കുന്നതിൽ കിഡ്നി. ഇനി കിഡ്നിയുടെ ഒരു ഷേപ്പ് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഒരു സെൻട്രലി കോൺകേവിറ്റി ഉണ്ട്. ഈ കോൺകേവിറ്റിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുക. ആ ഹൈലത്തിൽ കൂടെയാണ് ഈ യൂറിറ്ററും ബ്ലഡ് വെസൽസും നെർവ്സ് ഒക്കെ എൻട്രി ചെയ്യുന്നത്. ഇനി ഹൈലം കഴിഞ്ഞ ഒരു ബ്രോഡ് ഫണൽ പോലെ ഒരു സ്ഥലം കണ്ട, അതിനെയാണ് പെൽവിസ് എന്ന് പറയുന്നത്. ആ പെൽവിസിന്ന് പിന്നെ എന്തുണ്ടാവും, കുറെ പ്രൊജക്ഷൻസ് കാണും. ഇതാണ് കാലിസസ്, പിരമിഡ് പോലെ, അതിനെയാണ് നമ്മൾ കാലിസസ് എന്ന് പറയുന്നത്. അപ്പൊ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഹൈലം ഉണ്ട്, കോൺകേവിറ്റി, പിന്നെ ആ കോൺകേവിറ്റിന്ന് പിന്നെ കുറച്ചുകൂടി കിഡ്നിയുടെ ഉള്ളിൽ പോയ ഒരു ഫണൽ ഷേപ്ഡ് സ്പേസ് ഉണ്ടാവും, അതിനെ പെൽവിസ് എന്ന് പറയും. അതിലാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ റീനൽ കാലിസസ് പ്രൊജക്ട് ചെയ്തിരിക്കണം. ഇനി നമ്മൾ കിഡ്നി ഇത് പുറത്തുനിന്ന് കാണുന്നതാ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ കിഡ്നീനെ മുറിച്ച് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് കിഡ്നീന് 2 സോൺസ് ഉണ്ട്. ആ 2 സോണിൽ ഔട്ടർ ലെയർ എന്താ, ടഫ് ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ, അതിനെയാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയാം. ഇനി ആൻഡ് ഇന്നർ, അതിനെ നമ്മൾ എന്താ പറയും, മെഡുല്ല. ഓക്കെ. ഇനി കോർട്ടെക്സ് എന്താ,
ഓക്കെ, ഈ മെഡുല്ലയിലാണ് കുറച്ച് കോണിക്കൽ മാസസ് കാണാൻ പറ്റും. അതാണ് എന്ത്, മെഡുല്ലറി പിരമിഡ്സ്. മനസ്സിലായല്ലോ? ഇനി ഈ കോർട്ടെക്സ് എന്താ, നമ്മൾ ഈ മെഡുല്ലറി പിരമിഡിന്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയാ എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് മനസ്സിലായോ? ഇതായിരുന്നു കാലിസസ്. ഈ ചെറുതാണ് കാലിസസ്, അതിന്റെ മുകളിലാണ് പിരമിഡ്. ഇത് ഈ രണ്ട് പിരമിഡിന്റെ ഇടയിൽ കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് അതിനെന്ത് നമ്മൾ പറയും, അതിനെയാണ് കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയാം. ഇനി ഈ കിഡ്നിയുടെ ഉള്ളിൽ, റീനൽ മെഡുല്ലയുടെ ഉള്ളിലാണ് നമ്മളുടെ എന്താ, ഈ കിഡ്നിയുടെ സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു നെഫ്രോൺ ആണ്. അത് ഞാൻ പറഞ്ഞുതരും, നെഫ്രോണിന്റെ സ്ട്രക്ചർ ഒക്കെ. അപ്പൊ ആ നെഫ്രോണിന് എന്താ പറയാ, ഒരു ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്. ഇങ്ങനെ ഒരു ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്, കളക്ടിങ് ട്യൂബ്യൂൾസ് ഉണ്ട്, പിന്നെ ഡക്ട് ഓഫ് ബെലിനി ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ഡയഗ്രാം ഞാൻ നാശാക്കുന്നില്ല. ഓക്കെ, ഇനി നെഫ്രോൺസ് എന്താ, നെഫ്രോൺസ് എന്നത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ഓഫ് കിഡ്നി എന്നാണ്. ഈ കിഡ്നിയുടെ ഉള്ളിൽ ഒരു 1 മില്യൺ നെഫ്രോൺ കാണും. ഈ എല്ലാ നെഫ്രോൺ കൂടി ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഒരു കിഡ്നി ഉണ്ടാവുന്നത്. അപ്പൊ നെഫ്രോൺ എന്താ ചെയ്യാം, ഈ വേസ്റ്റ് മെറ്റീരിയൽ എലിമിനേറ്റ് ചെയ്യും, പിന്നെ ബ്ലഡ് വോളിയം, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെന്താ ഈ ഇലക്ട്രോലൈറ്റ് ലെവൽസ്, pH ലെവൽസ്, ഇതെല്ലാം നമ്മളുടെ കിഡ്നി തന്നെയാണ് ചെയ്യണത്. മനസ്സിലായല്ലോ? There are two types of nephrons according to the position. അതായത് കോർട്ടിക്കൽ നെഫ്രോൺ ഉണ്ട്, ജെക്സ്ട്രാ മെഡുല്ലറി നെഫ്രോൺ. ഓക്കെ, രണ്ട് ടൈപ്പ് നെഫ്രോൺ ഉണ്ട്, കോർട്ടിക്കൽ നെഫ്രോൺ പിന്നെ ജെക്സ്ട്രാ മെഡുല്ലറി നെഫ്രോൺ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, കോർട്ടിക്കൽ നെഫ്രോൺ, ജെക്സ്ട്രാ മെഡുല്ലറി നെഫ്രോണിന്റെ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ടോട്ടൽ നെഫ്രോൺസിന്റെ 70-80% ആണ് കോർട്ടിക്കൽ നെഫ്രോൺസ്. ജെക്സ്ട്രാ മെഡുല്ലറി ആണെങ്കിൽ ജസ്റ്റ് 20-30% വരും. ഇനി കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയുന്നത് എന്താ, അത് ഏതിൽ കാണുന്നതാണ്, ഫൗണ്ട് ഇൻ കോർട്ടെക്സ് ആണ്. ഫൗണ്ട് ഇൻ കോർട്ടെക്സ് ആണ്, അതാണ് കോർട്ടിക്കൽ നെഫ്രോൺ. ഈ ജെക്സ്ട്രാ മെഡുല്ലറി നെഫ്രോൺ എന്താ, അത് ആക്ച്വലി നമ്മളുടെ ലൂപ്പ് ഓഫ് ഹെൻലി വാസ റെക്ട. ലൂപ്പ് ഓഫ് ഹെൻലി വാസ റെക്ട എന്തിലാണ്, നമ്മളെ മെഡുല്ലറി പാർട്ടല്ല, അത് കാരണമാണ് ഇതിന് ജെക്സ്ട്രാ മെഡുല്ലറി നെഫ്രോൺ എന്ന് പേര്. ഇപ്പൊ ഫൗണ്ടഡ് ദ ജംഗ്ഷൻ ഓഫ് എന്താ, റീനൽ കോർട്ടെക്സും മെഡുല്ലയും. ഫൗണ്ടഡ് ദ ജംഗ്ഷൻ ഓഫ് റീനൽ കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. ഇനി ഇവർക്ക് കോർട്ടിക്കൽ നെഫ്രോൺസ് കോർട്ടെക്സിലായിരിക്കും ഏറ്റവും മുകളിലല്ല, അപ്പൊ ഇവരുടെ ലൂപ്പ് ഓഫ് ഹെൻലി എന്താ, ഷോർട്ട് ആയിരിക്കും. പക്ഷെ ജെക്സ്ട്രാ മെഡുല്ലറി നെഫ്രോണിന് എന്താ, ലോങ്ങർ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് വാസ റെക്ട. ഇനി നോർമൽ വാട്ടർ കണ്ടീഷൻസിൽ എന്താ, നമ്മളുടെ നെഫ്രോൺ എന്താ, ഈ കോർട്ടിക്കൽ നെഫ്രോൺ ആക്ച്വലി ബ്ലഡ് വോളിയത്തിനാണ് ഡീൽ ചെയ്യുക. പക്ഷെ വെള്ളം കുറവുള്ള സമയത്താണ് നമ്മളുടെ എന്താ, ജെക്സ്ട്രാ മെഡുല്ലറി നെഫ്രോൺ വർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയാ, നമ്മൾ നെഫ്രോൺസ്, കിഡ്നി പഠിച്ചു, എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിച്ചു, നെഫ്രോൺ പഠിച്ചു. ഇനി നമുക്ക് എന്ത് പഠിക്കണം, നെഫ്രോണിന്റെ കോമ്പോസിഷൻ പഠിക്കണം, നെഫ്രോൺ സ്ട്രക്ചറൽ കോമ്പോസിഷൻ. ഇതൊരു നെഫ്രോൺ ആണ്. ഈ നെഫ്രോണിന് 2 പാർട്ട് ഉണ്ട്. ഒരു മാൽപീജിയൻ കോർപ്പസൽസ് ഉണ്ട്, പിന്നെന്തുണ്ട്, ട്യൂബ്യൂൾസ് ഉണ്ട്. മാൽപീജിയൻ കോർപ്പസൽസും ട്യൂബ്യൂൾസും. മാൽപീജിയൻ കോർപ്പസലിന് എന്താ, 2 പാർട്ട് ഉണ്ട്. ഒന്ന് ബോമാൻസ് ക്യാപ്സ്യൂളും മറ്റേതെന്താ, ഗ്ലോമെറൂലസ്. ട്യൂബ്യൂൾസിന് 3 പാർട്ട് ഉണ്ട്. ഒരു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണെങ്കിൽ PCT, പിന്നെന്താ ലൂപ്പ് ഓഫ് ഹെൻലി, പിന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അതായത് DCT. ഇതാണ് ഒരു നെഫ്രോണിന്റെ പാർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മാൽപീജിയൻ കോർപ്പസിൽ എന്ന് പറയുന്ന പാർട്ട് എന്താ, അതിന് 2 പാർട്ടുണ്ട്, ബോമാൻസ് ക്യാപ്സ്യൂളും പിന്നെ ഒരു എന്താ പറയാ
ഇത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ക്യാപ്സ്യൂൾ ഇതാണ് നമ്മളുടെ എന്ത്, ഈ ഡബിൾ ലെയർഡ് ആയിട്ടുള്ള എന്താ പറയാ ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത്, നമ്മളുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താ, ഞാൻ പറഞ്ഞു ബാക്ടീരിയൻ കോർപ്പസിൽ 2 പാർട്ട് ഉണ്ട്. ഒരെണ്ണം ബ്രോമാൻസ് ക്യാപ്സ്യൂളായി. ഇതിന്ന് നമ്മളുടെ എന്താ പറയാ എഫറന്റ് ആർട്ടീരിയോളും ഇഫറന്റ് ആർട്ടീരിയോളും കൂടി ചേർന്ന് എന്തുണ്ടാവും, ഈ കുറച്ചിങ്ങനെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ ഇങ്ങനെ ഹൈലി വാസ്കുലർ റീജിയൻ ആയ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോമെറൂലസ്. മനസ്സിലായോ? ഇതാണ് എന്ത്, ഗ്ലോമെറൂലസ്. ഓക്കെ, ഇതിനെ രണ്ടിനും കൂടി ചേർന്ന് നമ്മൾ പറഞ്ഞു മാൽപീജിയൻ കോർപ്പസൽ. ഓക്കെ, അപ്പൊ നെഫ്രോണിന്റെ ഒരു പാർട്ടായി. മറ്റേ പാർട്ട് എന്താ, ടിബ്യൂൾസ് ആണ്. ടിബ്യൂളില് ഫസ്റ്റ് വരുന്നതാണ് നമ്മൾ എന്ത്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ടിബ്യൂൾ. അതായത് ഞാനിത് ബോമാൻസ് ക്യാപ്സ്യൂളിന് വരച്ച ഈ പോർഷൻ ആണ് എന്ത്, PCT. അത് പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ താഴെ ഒരു ലൂപ്പ് ഫോം ചെയ്യും, PCT. മനസ്സിലായോ? ഇതിനെയാണ് എന്താ പറയാ, ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയാം. ലൂപ്പ് ഓഫ് ഹെൻലി. ഇതിനെന്താ 2 ലൂപ്സ് ലിംബ് ഉണ്ട്. ഒന്ന് ബ്ലഡ് അല്ല, മറ്റേ ആ വേസ്റ്റ് എന്താണെങ്കിലും ഇത് ഇങ്ങനെയാ വരുന്നത്. ഇതാണ് അപ്പൊ എന്താ, ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. എന്നിട്ട് അത് ഇങ്ങനെ മുകളിലേക്ക് പോകും. അതാണ് നമ്മളുടെ എന്താ, മുകളിൽ പോകുമ്പോ എന്താ, അസെൻഡിങ്. അപ്പൊ അത് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. മനസ്സിലായല്ലോ? ഇതിന്ന് പിന്നെ എന്ത് ചെയ്യും, വേറൊരു ട്യൂബ് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് ആക്ച്വലി എന്ത്, നമ്മള് ലാസ്റ്റ്, അതാണ് കളക്ടിങ് ഡക്ട്. പക്ഷെ ഇത് ട്യൂബ്യൂൾസിന്റെ പാർട്ട് അല്ല. മനസ്സിലായല്ലോ? ഇത് DCT, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. മനസ്സിലായല്ലോ? ഇപ്പൊ ഗ്ലോമെറൂലസ് എന്താ, ഒരു കാപ്പിലറി ടഫ്റ്റ് ആണ്. എന്ന് വെച്ചാൽ കുറെ ബ്ലഡ് വെസൽസ് കൊണ്ടുള്ള ടഫ്റ്റ് ആണ്. അതായത് ഈ റീനൽ സർക്കുലേഷൻ എഫറന്റ് ആർട്ടീരിയോൾ എന്ന് വരും. ഇനി ഇതാണ് എഫറന്റ് ആർട്ടീരിയോൾ. ഇതിന്ന് എന്താ പറയാ, ബ്ലഡ് വന്നു റീനൽ ആർട്ടറി വഴി, എഫറന്റ് ആർട്ടീരിയോൾ ബ്ലഡ് വന്നു. എന്നിട്ട് ഇവിടെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. നമ്മളുടെ ബോമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമെറൂലസിന്റെ ഇടയിൽ ഫിൽട്രേഷൻ നടക്കും. ഇനി ഇതിന്ന് ഫിൽട്ടർ ആവാണ്ട് ആവശ്യമില്ലാത്ത സാധനമില്ലേ, ഫിൽട്രേഷൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്താ, അതാണ് ഇതുവഴി തിരിച്ചുവിടും. അതാണ് നമ്മളുടെ ഇഫറന്റ് ആർട്ടീരിയോൾ. മനസ്സിലായല്ലോ? അതാണ് ഇഫറന്റ് ആർട്ടീരിയോൾ. ഇനി ഈ ഡയമീറ്റർ ഓഫ് എഫറന്റും ഇഫറന്റും വ്യത്യാസമുണ്ട്. അതായത് എഫറന്റിലാണ് കൂടുതൽ ബ്ലഡ് വരണം. അപ്പൊ അതിന് വേണ്ടി എന്താ, ഡയമീറ്റർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ ഇഫറന്റിന്റെ കുറവായിരിക്കും. ഇനി നമുക്ക് ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ സ്പെഷ്യൽ ലെയേഴ്സ് പറഞ്ഞുതരാം. ഡബിൾ വാൾഡ് എന്താ പറയാ കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതെന്താ, ഒരു ഇൻട്രിക്കേറ്റ് മാനറിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൽ എന്താ, ഇതുണ്ട്, എന്താ പറയാ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയാ പോഡോസൈറ്റ്സ് എന്ന് പറയും. ഈ ബോമാൻസ് ക്യാപ്സ്യൂളിലുള്ള എപ്പിത്തീലിയൽ സെൽസിന് നമ്മൾ എന്താ പറയും, പോഡോസൈറ്റ്സ്. ഈ പോഡോസൈറ്റ്സിന്റെ ഇടയിൽ എന്താ, കുറച്ച് സ്പേസസ് കാണും. ആ സ്പേസിൽ കൂടെയാണ് നമ്മളുടെ ആ ബ്ലഡ് ഫിൽട്ടർ ആവാന്ന് വെച്ചാൽ സീവ് പോലെ. അതായത് ഇതൊരു പോഡോസൈറ്റ്, ഇതൊരു പോഡോസൈറ്റ്, ഇതൊരു പോഡോസൈറ്റ്, ഇതൊരു പോഡോസൈറ്റ്. ഇതിന്റെ ഇടയിൽ കണ്ട ഈ സ്പേസിൽ കൂടെയാണ് എന്താ നമ്മളുടെ ഫിൽട്ടർ ആവാനുള്ള സാധനങ്ങൾ പോവുക, ഒരു സീവ് പോലെ. ഓക്കെ, അപ്പോ കിഡ്നിയിൽ എന്താ മെയിൻലി, നെഫ്രോണിൽ 4 ഫങ്ഷൻ നടക്കണം. ഒന്ന് നമ്മള് ബ്ലഡ് വരുന്ന ഫിൽട്ടർ ആവും. ഈ ഫിൽട്ടർ ആവാൻ എന്താ, ജസ്റ്റ് ഈ പ്രോട്ടീൻസ് ഫിൽട്ടർ ആവില്ല. പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ സൈസ് കൂടുതലുള്ള സാധനം, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ പാർട്ടിക്കിൾസ് എന്താ, പ്രോട്ടീൻസോ, അതൊന്നും ഈ സ്ലിറ്റിൽ കൂടെ പോവില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ ഫിൽട്രേഷൻ നടക്കും. പിന്നെ അത് കഴിഞ്ഞ് ഫിൽട്ടർ കഴിഞ്ഞ് വന്ന ബ്ലഡിൽ നിന്ന് ഇനി എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും. അബ്സോർപ്ഷൻ നടക്കും. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ സെക്രീഷൻ ചെയ്യും, നമ്മളുടെ യൂറിനിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ.
അതാണ് സെക്രീഷൻ. പിന്നെ എക്സ്ക്രീഷൻ. 4 ഫേസ് ഉണ്ട്, 4 ഫേസസ്. അതെന്താ? ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ. 4ാമത്തെ ആണ് എന്ത്? എക്സ്ക്രീഷൻ. ഇനി ഒരു കാര്യം കൂടി പറയണം. ഈ നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് എന്താ പാരലൽ ആയിട്ട് ഒരു നെറ്റ്വർക്ക് ഓഫ് വെസൽ എന്താ ഫോം ചെയ്യും, യു ഷേപ്പ്. അതിനെയാണ് നമ്മൾ എന്ത് പറയണം? അതാണ് നമ്മളുടെ വാസ റെക്ട. മനസ്സിലായോ? ഇങ്ങനെ ഹൈലി വാസ്കുലർ സ്ട്രക്ചർ ആണ്. ഇതാണ് നമ്മളുടെ എന്ത്? വാസ റെക്ട. മനസ്സിലായല്ലോ? ഓക്കെ. അത് കഴിഞ്ഞെന്ത്? ഇത് ഞാൻ ജസ്റ്റ് യൂറിൻ എങ്ങനെ ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞിരുന്നില്ല, ജസ്റ്റ് ഓരോ സ്ട്രക്ചേഴ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ കിഡ്നി കഴിഞ്ഞു. കിഡ്നീന്റെ ഹൈലത്ത് നിന്ന് ഇനി പുറത്തിറങ്ങണ എന്താ? യൂറെറ്റർ. യൂറെറ്റർ എന്താ? യൂറെറ്റർ ആക്ച്വലി എന്താ ഒരു കോമൺ പാത്വേ ആണ്. എന്തിന്? നമ്മൾ യൂറിനറി ബ്ലാഡറിലേക്ക്. യൂറിനറി ബ്ലാഡറിൽ യൂറെറ്റർ വരും. പിന്നെന്താ? യൂറിനറി ബ്ലാഡർ എന്താ? അതൊരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അവിടെ നമ്മളുടെ യൂറിൻ ടെമ്പററി ആയി സ്റ്റോർ ചെയ്യും. ഇനി നമ്മള് ബ്ലാഡറിൽ 2 ടൈപ്പ് സ്ഫിങ്ക്ടേഴ്സ് ഉണ്ട്. ഒരു ഇന്റേണൽ സ്ഫിങ്ക്ടർ മെയ്ഡ് ഓഫ് അൺസ്ട്രൈറ്റഡ് മസിൽസും എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ മെയ്ഡ് ഓഫ് സ്ട്രൈറ്റഡ് മസിൽസും. അപ്പൊ ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്നത് നമ്മളെ അൺസ്ട്രൈറ്റഡ്, അത് സ്മൂത്ത് മസിലാണ്. അപ്പൊ അത് എന്താ? അത് നമ്മളുടെ കൺട്രോളിലല്ല. പക്ഷെ നമ്മളിപ്പോ എനിക്കിപ്പോ മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ എന്താ മൂത്രമൊഴിക്കാൻ പോകില്ല, അത് ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. കാരണം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുക്കുക. അപ്പൊ അത് ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഞാൻ എന്താ പറയാ? അതാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ കൊണ്ട്. അത് സ്കെലിറ്റൽ മസിൽ പോലെയാണ്. ഇനി നമ്മൾ യൂറിനറി ബ്ലാഡർ ആക്ച്വലി എന്താ ഒരു അപ്രോക്സിമേറ്റ്ലി 700 to 800 ml യൂറിൻ കളക്ട് ചെയ്തൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 300 to 400 ml യൂറിൻ അതിൽ ഫില്ലായി കഴിഞ്ഞാൽ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് എന്താ അത് സ്റ്റിമുലേറ്റ് ആവും. അപ്പോഴാണ് ഇമ്പൾസ് ഉണ്ടാവുക. ഇമ്പൾസ് എന്താ പറയാ? നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അപ്പൊ ഈ സ്ഫിങ്ക്ടർ, ഇന്റേണൽ സ്ഫിങ്ക്ടർ റിലാക്സ് ചെയ്യും. ആ സ്ഫിങ്ക്ടർ റിലാക്സ് ചെയ്താലേ യൂറിൻ പാസ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മിക്ചുറേഷൻ നടക്കണം. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. ഏത് ടൈപ്പ് ഓഫ് സിമ്പത്തറ്റിക് സിസ്റ്റം, സിമ്പത്തറ്റിക് ആണോ പാരാസിമ്പത്തറ്റിക് ആണോ എന്ത് ചെയ്യുക യൂറിനേഷന് സഹായിക്കുക, അതായത് മിക്ചുറേഷൻ. അപ്പൊ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അതാണ് എന്തിനു സഹായിക്കുക? മിക്ചുറേഷന് സഹായിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മൾ യൂറിനറി ബ്ലാഡർ എന്തുണ്ടാക്കും? യൂറിനറി ബ്ലാഡറിന് ഒരു യൂറിത്രൽ ഓപ്പണിങ്. അത് ആക്ച്വലി ഫീമെയിൽസിൽ ഷോർട്ട് ആയിരിക്കും, യൂറിൻ മാത്രമേ ക്യാരി ചെയ്യുള്ളൂ. പക്ഷെ എന്താ മെയിൽസിൽ എന്താ അത് ലോങ്ങർ ആയിരിക്കും. ഇനി ഈ നമ്മളുടെ യൂറിത്രയിൽ എപ്പിത്തീലിയം എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മറ്റേ ചാപ്റ്ററിൽ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. അതായത് നോൺ കെരാറ്റിനൈസ്ഡ് എന്താ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയാണ്. ഇനി പ്രോസ്റ്റേറ്റിക് യൂറിത്ര ഉണ്ട്. അതായത് യൂറിത്രയുടെ കുറച്ച് പാർട്സ് ഉണ്ട് മെയിൽസിൽ. പ്രോസ്റ്റേറ്റിക്, മെംബ്രേനസ് യൂറിത്ര, പിന്നെ പിനൈൽ യൂറിത്ര എന്നൊക്കെ പറഞ്ഞ്. അത് നിങ്ങളിപ്പോ പഠിക്കേണ്ട. ആ പ്രോസ്റ്റേറ്റിക് യൂറിത്ര ലൈൻ ചെയ്ത് ട്രാൻസിഷണൽ എപ്പിത്തീലിയം ഉണ്ട്. അതൊരു സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കൊളംനാർ എപ്പിത്തീലിയാണ്. ഓക്കെ. ഇനി യൂറിൻ ഫോർമേഷൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു യൂറിയ സൈക്കിൾ പഠിപ്പിച്ചുതരാം. എന്നിട്ട് ഇതിന്റെ NCERT കൂടി നമുക്ക് നോക്കണം. അത് കഴിഞ്ഞ് യൂറിൻ ഫോർമേഷൻ കുറച്ച് പകുതി വരെ ഒന്ന് പഠിക്കാം, ബാക്കി ഞാൻ നാളെ പഠിപ്പിക്കാം. ഓക്കെ. യൂറിയ ഫോർമേഷൻ എവിടെ നടക്കണം? അത് ഓർത്ത് വെക്കുക. ലിവറിലാണ് യൂറിയ ഫോർമേഷൻ നടക്കുന്നത്. ത്രൂ എന്താ ഒരു സൈക്കിൾ ഉണ്ട്, ഓർണിത്തൈൻ സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് ഹെൻസ്ലൈറ്റ് സൈക്കിൾ. മറ്റേ റെസ്പിറേഷനുള്ള ക്രെബ്സ് സൈക്കിൾ അല്ല കേട്ടോ, അത് വേറെ ക്രെബ്സ് സൈക്കിൾ ആണ്. ഓക്കെ. ഇനി ഒരു മോളിക്യൂൾ യൂറിയ സിന്തസൈസ് ചെയ്യണമെങ്കിൽ എത്ര ATP ആണെന്നറിയോ കൺസ്യൂം ചെയ്യണം? 3 ATP. ഓക്കെ. അപ്പൊ ഞാൻ യൂറിയ സൈക്കിൾ പറഞ്ഞുതരാം. അത് ഞാൻ സൈക്കിൾ ഒന്ന് വരയ്ക്കട്ടെ, അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ. ഇതാണ് എന്താ നമ്മുടെ ഓർണിത്തൈൻ സൈക്കിൾ.
ഓർണിത്തൈൻ സൈക്കിളിൽ എങ്ങനെയാ, നമ്മൾ ആദ്യം അമോണിയയിൽ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് വെള്ളം പോയാൽ ഒരു സിട്രുലിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാവും. അമോണിയന്ന് നമ്മൾ എന്താ വെള്ളം വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തു. അപ്പൊ അതിനെയാണ് നമ്മൾ പറയാ എന്താ പറയാ സിട്രുലിൻ വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഓർണിത്തൈൻ സൈക്കിളാണ്. ഓർണിത്തൈൻ സൈക്കിളില് ഫസ്റ്റ് അമോണിയന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് വെള്ളം കളഞ്ഞ് സിട്രുലിൻ ഉണ്ടാവും. ഈ സിട്രുലിനിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അമോണിയ ആഡ് ചെയ്ത് വെള്ളം കളഞ്ഞ് എന്താ അർജിനിൻ ഉണ്ടാക്കും. ഈ അർജിനിനില് എന്താ വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ ഓർണിത്തൈൻ ഉണ്ടാവും. ആ റിയാക്ഷന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് യൂറിയ, അതായത് CuNH2 ട്വൈസ് റിലീസ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ യൂറിയ സൈക്കിൾ. അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ച എന്താ NCERT നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്തൊക്കെയുണ്ട്. ഒരു പെയർ ഓഫ് കിഡ്നീസ് ഉണ്ട്, 1 പെയർ ഓഫ് യൂറിറ്റേഴ്സ് ഉണ്ട്, യൂറിൻ ബ്ലാഡർ, യൂറിത്ര. കിഡ്നിയുടെ മോർഫോളജി നിങ്ങൾ പറയാം റെഡിഷ് ബ്രൗൺ ആണ്, ബീൻ ഷേപ്ഡ് ആണ്, സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് ലാസ്റ്റ് thoracic ആൻഡ് തേർഡ് lumbar vertebrae, ക്ലോസ് ടു ഡോർസൽ ഇന്നർ വാൾ ഓഫ് നമ്മളെ അബ്ഡോമിനൽ ക്യാവിറ്റി. ഇതൊരു റെട്രോ പെരിട്ടോണിയൽ ഓർഗൻ ആണ്. പെരിട്ടോണിയം എന്ന സാക്കിന്റെ പിന്നിലാണ് എന്ത് കാണുക, നമ്മളുടെ കിഡ്നി. ഇനി ഓരോ കിഡ്നിയുടെ ഹൈറ്റും ലെങ്ത്തും ബ്രെഡ്ത്തും വിഡ്ത്തും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതാണ് 10 to 12 centimeter in length, 5 to 7 centimeter in width and 2 to 3 centimeter in thickness with an average weight of 120 gram to 170 gram ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി കിഡ്നിയുടെ സെന്ററിൽ എന്തുണ്ട്, ഒരു കോൺകേവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആ നോച്ചിന് എന്താ നമ്മൾ പറയാ, നിങ്ങൾ പറ. ആ നോച്ചിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയും. അതിൽ കൂടെ എന്താ എൻട്രി ചെയ്യാം, നമ്മുടെ യൂറെട്രും ബ്ലഡ് വെസൽസും നെർവ്സും ആ നോച്ചിൽ കൂടെ എൻട്രി ചെയ്യും. എന്നിട്ട് ഹൈലത്തിന്റെ ഉള്ളിൽ കൂടെ ഒരു ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ് ഉണ്ട്. ആ ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസിന് എന്താ പറയാ, റീനൽ പെൽവിസ് വിത്ത് പ്രൊജക്ഷൻസ് കോൾഡ് എന്താ, കാലിസസ്. ഇനി ഞാൻ പറഞ്ഞു കിഡ്നിയുടെ ഉള്ളിൽ 2 സോൺസ് ഉണ്ട്, ഒരു ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ല. മെഡുല്ല എന്താ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കോണിക്കൽ മാസസ് ആയ മെഡുലറി പിരമിഡ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൊജക്ടിങ് ഇൻ ടു ദ കാലിസസ്. കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എവിടെയാണ്, നമ്മളുടെ മെഡുലറി പിരമിഡ്സിന്റെ ഇടയിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അവര് കോളംസ് ഓഫ് ബർട്ടിനി ആവും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡയഗ്രാം നോക്കും. ഇതാണ് കോൺകേവിറ്റിയുടെ, അതാണ് ഹൈലം. ഈ ഹൈലത്തിൽ എന്താ, കോൺകേവിറ്റിയിൽ നമ്മളുടെ യൂറിറ്റർ ഉണ്ട്, വെസൽസ് ഉണ്ട്, റീനൽ ആർട്ടറി, വെയിൻ, നെർവ്സ്, ഇതിൽ കൂടെയാണ് എൻട്രി ചെയ്യുക കിഡ്നിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫണൽ പോലെ ഒരു സാധനം കണ്ടോ, അതാണ് നമ്മളുടെ എന്താ റീനൽ പെൽവിസ്. ഈ റീനൽ പെൽവിസിൽ എന്താ കുറച്ച് എന്താ പറയാ കാലിസസ് ഉണ്ട്. ആ പ്രൊജക്ഷൻ ആണ് കാലിസസ്. അത് കഴിഞ്ഞ് കിഡ്നിയുടെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ഔട്ടർ കോർട്ടെക്സ് ഉണ്ട്, പിന്നെ ഉള്ളിൽ എന്തുണ്ട്, മെഡുലറി പിരമിഡ് കണ്ട, മെഡുല്ലയില്. ആ മെഡുലറി പിരമിഡിന്റെ ഇടയിൽ കൂടെ ഈ കോർട്ടെക്സ് കയറുന്നതിനെയാണെന്ന് നമ്മൾ പറയുന്നത് കോളംസ് ഓഫ് ബർട്ടിനി. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് കിഡ്നിയുടെ മോർഫോളജിക്കൽ സ്ട്രക്ചർ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓരോ കിഡ്നിയുടെ ഉള്ളില് ഓരോ കിഡ്നിക്ക് എന്താ ഒരു സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ആയ നെഫ്രോൺസ് ഉണ്ട്. നെഫ്രോൺസ് എത്ര എണ്ണം ഉണ്ടാവും ഒരു കിഡ്നിയിൽ, 1 million നെഫ്രോൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ സ്ട്രക്ചറൽ യൂണിറ്റും ആണ് ഫങ്ഷണൽ യൂണിറ്റും ആണ് എന്ത്, നമ്മളുടെ നെഫ്രോൺ. ഇനി നമുക്ക് എന്താ നോക്കണ്ടത്, നമ്മുടെ നെഫ്രോണിന്റെ പാർട്സ് ആണ്. ഞാൻ പറഞ്ഞു 2 പാർട്ട് ഉണ്ട്, ഒരു മാൽപീജിയൻ കോർപ്പസെൽ. മാൽപീജിയൻ കോർപ്പസെല്ലിൽ നമ്മളുടെ ഗ്ലോമറുലസ് ഉണ്ട്, ബോമാൻസ് കാപ്സ്യൂൾ ഉണ്ട്, പിന്നെ ടിബ്യൂൾസ് ഉണ്ട്. ടിബ്യൂൾസ് നമ്മുടെ PCT, DCT, ലൂപ്പ് ഓഫ് ഹെൻറി. അപ്പൊ ഗ്ലോമറുലസ് എന്താ ഞാൻ പറഞ്ഞു, ഗ്ലോമറുലസ് ആക്ച്വലി ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ്. അതിന് 2 അറ്റുണ്ട്, ഒരു എഫറന്റ് ആർട്ടീരിയോൾ ഇത്തിരി ഡയമീറ്റർ കൂടിയ തടിച്ച എൻഡും ഡിഫറന്റ് ആർട്ടീരിയോളും ഉണ്ട്. അപ്പൊ എഫറന്റ് ആർട്ടീരിയോൾ കൂടിയാണ് റീനൽ ആർട്ടറിന്ന് ബ്ലഡ് വരും. ഇനി ആവശ്യമുള്ള ബ്ലഡ് ഫിൽട്ടർ ചെയ്യും. ഇനി ഫിൽട്ടർ ചെയ്യാത്ത ബ്ലഡ് ഇല്ലേ, ചെയ്യാണ്ടാത്ത ബ്ലഡ് നമ്മൾ എവിടേക്ക് വിടും, ഡിഫറന്റ് ആർട്ടീരിയോൾ വഴി നമ്മൾ പുറത്തു വിടും. ഓക്കെ, ഇനി ഈ ഗ്ലോമറുലസ് ആക്ച്വലി എന്താ വാസ്കുലർ സ്ട്രക്ചർ. അപ്പൊ ഇതിന് വല്ല പ്രൊട്ടക്ഷൻ വേണ്ടേ, പ്രൊട്ടക്ഷൻ വേണം, ഫിൽട്രേഷൻ ചെയ്യാനുള്ള ഒരു സഹായം കൂടിയാണ് എന്താ നമ്മളുടെ
ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇപ്പൊ ബോമാൻസ് ക്യാപ്സ്യൂൾ ഡബിൾ ലെയേർഡ് ആണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. പിന്നെ അതിന് മുമ്പ് ഗ്ലോമറുലസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എഫറന്റ് ആർട്ടീരിയോന്റെ ഡയമീറ്റർ കൂടുതൽ, അത് ഈ ഡയഗ്രാം നോക്കുക, കൂടുതലാണ് കമ്പയർഡ് ടു ഇഫറന്റ്. ഇനി ഗ്ലോമറുലസ് എലോങ് വിത്ത് എന്ന ബോമൻസ് ക്യാപ്സ്യൂൾ എന്ത് പറയും നമ്മൾ? മാൽപിജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസിൽ. ഇനി ബോമൻസ് ക്യാപ്സ്യൂളിന് ട്യൂബ്യൂൾ എന്താ കണ്ടിന്യൂസ്ലി ഒരു കോയിൽ നെറ്റ്വർക്ക് ഫോം ചെയ്യും. ഇവിടുന്ന് പോയി ഇതാണ് എന്ത് ഇതുവരെ എത്തണതാണ് നമ്മളുടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ പിൻ അല്ലെങ്കിൽ യു പിൻ ഷേപ്ഡ് ആണ്, എന്താ പറയാ, ഒരു യു ഷേപ്ഡ് ട്യൂബ്യൂൾ ഇങ്ങനെ താഴെ വരും. അതിന് ഡിസെൻഡിങ് ലിംബുണ്ട്, അസെൻഡിങ് ലിംബുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഹെൻലീസ് ലൂപ്പ്. ഇനി ഈ അസെൻഡിങ് ലിംബ് പിന്നെ വീണ്ടും മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോയി ഒരു സ്ട്രെയിറ്റ് ഒരു കോയിൽ ട്യൂബുലർ റീജിയൻ ആണ് DCT. അത് കഴിഞ്ഞ് DCT എല്ലാ നെഫ്രോൺസും കൂടി ഒരു സ്ട്രെയിറ്റ് ട്യൂബ് ഉണ്ടാവും, കളക്ടിങ് ഡക്ട്. ആ കളക്ടിങ് ഡക്റ്റിലേക്ക് എന്ത് വന്നു ചേരും. എന്നിട്ട് അതെന്താ റീനൽ പെൽവിസിൽ കൂടെ മെഡുലറി പിരമിഡ്സ്, റീനൽ പെൽവിസിലെത്തും. എങ്ങനെ? ഈ മെഡുലറി പിരമിഡ്സ് വഴി കാലിസസ് വഴി പെൽവിസിലെത്തി. അത് കഴിഞ്ഞ് എന്താ ഇവിടെ ഹൈലത്തിൽ പോയി യൂറിറ്റർ വഴി എന്താ പറയാ ഇതിൽ കൊടുക്കും, നമ്മളുടെ യൂറിറ്റർക്ക് കൊടുക്കും. ഇനി മാൽപീജിയൻ കോർപ്പസിൽ DCT എന്താ? അത് ആക്ച്വലി നമ്മൾ കിഡ്നിയുടെ മോൾ ഭാഗം നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് പോർഷൻ ആയ കോർട്ടിക്കൽ റീജിയനിലാണ് എന്ത് നമ്മളുടെ ഇത് കാണാം. മാൽപീജിയൻ കോർപ്പസ്, PCT, DCT. മെജോറിറ്റി ഓഫ് നെഫ്രോൺസ് എന്താ? ലൂപ്പ് ഓഫ് എൻഡി എന്താ? ഷോർട്ട് ആണ്. അതെന്ത് എക്സ്റ്റെൻഡ് ചെയ്യും? നമ്മളുടെ മെഡുലയിൽ ഇത്തിരി ചെറിയതായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ആ നെഫ്രോൺസിനെയാണ് നമ്മൾ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയുന്നത്. ഞാൻ 2 ടൈപ്പ് നെഫ്രോൺസ് പറഞ്ഞിരുന്നു, കോർട്ടിക്കലും ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസും. ഇനി ഈ പെരിട്യൂബുലർ കാപ്പിലറീസ് എന്താണ്? ഹെൻലീസ് ലൂപ്പ് ആയിട്ട് ഒരു പാരലൽ നെറ്റ്വർക്ക്, വാസ്കുലർ നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്താ പറയാ? യു ഷേപ്ഡ് വാസ റെക്ട. അപ്പൊ ഈ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്താ? ഈ വാസ റെക്ട എന്താ യൂഷ്വലി ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഇതായി നമ്മളുടെ എന്ത് ബേസിക് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. കോർട്ടിക്കൽ നെഫ്രോണിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യാണ്ട് എനിക്ക്, അതായത് NCERT-യിലുള്ള പോയിന്റ് ആണ് ദ വാസ റെക്ട റെഡ്യൂസ്ഡ്. പക്ഷെ നമ്മൾ ജക്സ്റ്റാമെഡുലറിയിൽ എന്താ വാസ റെക്ട പ്രസന്റ് ആണ്, പ്രോമിനന്റ്. ഇപ്പൊ കോർട്ടിക്കൽ നെഫ്രോണും ജക്സ്റ്റാമെഡുലറി നെഫ്രോണും തമ്മിൽ ഡിഫറൻസ് എന്താ? അതാണ് നമ്മളുടെ കോർട്ടിക്കൽ നെഫ്രോൺ 70 to 80%, ജക്സ്റ്റാമെഡുലറി 20 to 30% വരും. കോർട്ടെക്സിൽ കാണുന്ന എന്താ? നമ്മളുടെ കോർട്ടിക്കൽ നെഫ്രോൺ. ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസ് എന്താ? നമ്മളുടെ ജംഗ്ഷൻ ഓഫ് റീനൽ കോർട്ടെക്സ് അല്ലെങ്കിൽ മെഡുലയിൽ കാണും. ഇനി ലൂപ്പ് ഓഫ് എൻഡി ഷോർട്ട് എന്തിലായിരിക്കും? കോർട്ടിക്കൽ നെഫ്രോൺസ്. ഇനി നോർമൽ കണ്ടീഷൻസിൽ കോർട്ടിക്കൽ നെഫ്രോൺ ആക്ച്വലി എന്താ ബ്ലഡ് വോളിയം കൺട്രോൾ ചെയ്യും, മറ്റേത് വാട്ടർ റിട്ടൻഷനും. വാസ റെക്ട റെഡ്യൂസ്ഡ് ആണ്, ഇതിൽ പ്രോമിനന്റ് ആണ്. ഇതാണ് എന്താ നമ്മളുടെ ഇന്ന് പഠിച്ച ഇത്. ബാക്കിയുള്ള മെക്കാനിസം ഞാൻ ആക്ച്വലി എന്താ നാളെ പറഞ്ഞുതരാം. അപ്പൊ ഇതുവരെയുള്ള നമുക്ക് കുറച്ച് MCQs നമുക്ക് സോൾവ് ചെയ്യാം. MCQs എന്ന് കൊടുക്കട്ടെ. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് പേജിൽ പോകുന്ന നോട്ട്സ് എന്ന പാർട്ടില്ല, കാരണം ഇതിൽ എഴുതുന്നില്ല ഞാൻ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്ലഡ് ഫ്രം ദ ഗ്ലോമറുലസ് ഇസ് ക്യാരിഡ് അവേ ബൈ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതി തരാം. ഇനി ഓപ്ഷൻസ് ആണ്, ഓപ്ഷൻസ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം. എഫറന്റ് ആർട്ടീരിയോൾ, സെക്കൻഡ് വൺ എന്താ ഇഫറന്റ് ആർട്ടീരിയോൾ, പിന്നെ പെരിട്യൂബുലർ കാപ്പിലറി നെറ്റ്വർക്ക്, നാലാമത്തെ എന്താ റീനൽ വെയിൻ. നിങ്ങൾ പറ. ഞാൻ ഗ്ലോമറുലസ് പഠിച്ചു. ഗ്ലോമറുലസ് എന്താ? ടഫ്റ്റ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ആണ്. അതിന് 2 എൻഡ് ഉണ്ട്, എഫറന്റ് ആർട്ടീരിയോളും ഇഫറന്റ് ആർട്ടീരിയോളും. എഫറന്റ് ആർട്ടീരിയോൾ എവിടെ നിന്ന് വരും? നമ്മളുടെ എന്താ പറയാ
റീനൽ ആർട്ടറി എന്നാണ് എഫറന്റ് ആർട്ടീരിയോള് വരിക. റീനൽ ആർട്ടറിന്ന് വന്നിട്ട് അവരെന്ത് ചെയ്യും, നമ്മളുടെ ഗ്ലോമറുലസ് ഫോം ചെയ്യും. എഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ കൂടുതലാണ്. അത് കഴിഞ്ഞ് ബ്ലഡ് ഫിൽട്ടർ ആവും. ഇനി ഫിൽട്ടർ ആവാത്ത ആവശ്യമില്ലാത്ത ബ്ലഡ് ആണ് എന്ത്, നമ്മളുടെ ഇഫറന്റ് ആർട്ടീരിയോള് വഴി തിരിച്ചു പോകും. അപ്പൊ ബ്ലഡ് ഫ്രം ഗ്ലോമറുലസ് ഇസ് കാരിഡ് അവേ ബൈ എന്താ, നിങ്ങൾ പറ, ഇനി പറ. യെസ്, ഇറ്റ്സ് ഇഫറന്റ് ആർട്ടീരിയോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ ചെയ്യണല്ലോ, കാരണം അത്രയൊന്നും ആയിട്ടില്ല എല്ലാം ചെയ്യാൻ. കാരണം നെക്സ്റ്റ് പാർട്ടാണ്, അതായത് മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അതാണ് നല്ലൊരു മെക്കാനിസം. ഇറ്റ്സ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ മെക്കാനിസം. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോറി, വാസ റെക്ടായി ഇൻ കോർട്ടിക്കൽ നെഫ്രോൺസ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താ, ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് അറൈസസ് ഫ്രം efferent arteriole rather than the efferent arteriole. The second question is that does not get involved in counter current exchange with loop of Henle. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, carries deoxygenated blood rich in urea. നാലാമത്തെ എന്താ, is absent or ഓക്കെ സോറി, അത് ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായതാണ്. അപ്പോൾ പറഞ്ഞ റൈസസ് ഫ്രം എഫറന്റ് ആർട്ടീരിയോൾ റാദർ ദാൻ ഇഫറന്റ് ആർട്ടീരിയോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെന്താ, ഡസ് നോട്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് വിത്ത് ലൂപ്പ് ഓഫ് ഹെൻലി, അതും എന്താ തെറ്റാണ്. പിന്നെന്താ, വാസറക്ടർ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്താ കാണിയില്ല കോർട്ടിക്കൽ ടൈപ്പിൽ, ആബ്സെന്റ് ആണെങ്കിൽ ഹൈലി റെഡ്യൂസ്ഡ് ആണ്. അപ്പൊ അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ 2 MCQs ഇപ്പൊ ഈ ലെവലിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നാളെയാണ് നമ്മൾ എന്താ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക് ആയ നമ്മളുടെ യൂറിൻ ഫോർമേഷൻ മെക്കാനിസം, കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച്, എങ്ങനെ ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റ് ആക്കുന്നു, കിഡ്നിയുടെ വേറെ ഫങ്ഷൻസ്, ഹോർമോൺസ്, അതൊക്കെ നമ്മൾ നാളെ പഠിക്കും. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് അടുത്ത സെഷനിലുള്ളത്. പിന്നെ നമ്മൾ പല ടൈപ്പ് നൈട്രോജനസ് വേസ്റ്റ് പഠിച്ചു, അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, പിന്നെ ഓക്കെ. So that's all for today's class. Thank you.